അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു ആപ്പിൾ വെച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുമാണ്. നമ്മളൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതായത് ഇതുപോലെ പഞ്ചസാരയും മുട്ടയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മുട്ടയിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാനുള്ളത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഒരു തിക്കിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരു ആപ്പിളിൻ്റെ കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഒരു വലിയ ആപ്പിൾ നമ്മളിതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് നമുക്ക് ഈ ബാറ്ററിൽ ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരു കേക്ക് ടിന്ന് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചു എന്ന് പറഞ്ഞത് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇതുപോലെ റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 30-35 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 35 മിനിറ്റാണ് ഇത് കേക്ക് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടി സമയമെടുത്തത്. നമ്മളൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ആപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല അടിപൊളി സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.